സങ്കീർത്തനക്കാരൻ 126 സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളുടെ കഴിഞ്ഞ നാളുകളിലെ കണ്ണുനീരുകൾ ഈ കാലഘട്ടങ്ങളിൽ അതൊരു റിസൾട്ടാകാൻ പോകുകയാണ്. നിന്റെ ജീവിതമാകുന്ന നൗകയിൽ, നിന്റെ ജീവിതമാകുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ നാളുകളിൽ നീ ഏതെങ്കിലും വിധത്തിൽ നീ ഭാരപ്പെട്ട് മനമുരുകി അല്ലെങ്കിൽ മനം നൊന്ത് നീ കണ്ണുനീരുകൾ കണ്ണുനീരുകൾ നിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ യാഥാർത്ഥ്യമായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം വെച്ച് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. കണ്ണുനീരുകൾ കാണുന്നൊരു ദൈവമുണ്ട്. നിന്റെ കണ്ണുനീരുകൾ തുരുത്തിയിലാക്കി വെച്ച് അതാത് സമയങ്ങളിൽ നിന്റെ ഏതു വലിയ പ്രതികൂലങ്ങളായ ഏത് വലിയ പ്രശ്നങ്ങളായാലും അതിനുവേണ്ടി മറുപടി നൽകുന്ന ഒരു നല്ല നാഥനെയാണ് ഞാനും നീയും ആരാധിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കളോട് ഞാൻ പറയുകയാണ്, നീ ഈ ദിവസങ്ങളിൽ കണ്ണുനീരുകൾ നിനക്ക് ഉണ്ടെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ നീ പ്രതികൂലത്തിൻ്റെ സാഹചര്യങ്ങളിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി അസാധാരണമായ ചില ഡിവൈൻ പവർ, ചില ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന ദിവസങ്ങളായി തീരും ഈ ദിവസങ്ങൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലെസ് യു എവരിവൺ. താങ്ക് യു.